ചെയ്യേണ്ട പടമാണ്. പടം നന്നായിരുന്നു. കുടുംബത്തിനൊക്കെ മാതൃകയാണ്. കാണാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായി. കൂടുതലാണെങ്കിലും പ്രധാനപ്പെട്ടതായിരുന്നു. നോക്കോ വെപ്പേ ഈ ഓണം തകർത്ത വെപ്പടി ഒന്നും പറഞ്ഞ സൂപ്പർ ഹിറ്റാണ്. ശേഷം ഇതുപോലൊരു ഹിറ്റ് പടം ഒന്നും പറയാനല്ല, സൂപ്പർ ഹിറ്റാണ്. എല്ലാം കൊണ്ടും കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല. തിയേറ്ററിൽ VFX എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി പടം. എല്ലാവരും വന്ന് തിയേറ്ററിൽ ഒന്ന് കാണണം. സൂപ്പർ അടിപൊളി. അടിയാണോ മൊത്തത്തിൽ? അടിയാണോ? കടലിലെ സീനൊക്കെ എങ്ങനെയുണ്ട്? പെപ്പയുടെ ഇടി പഞ്ച് കിട്ടുന്നുണ്ടോ? ഫുൾ പഞ്ച്. ചില സീനൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എക്സൈറ്റ്മെന്റ്. കളറിലെ സീനൊക്കെ കൂളി സൂപ്പർ. നല്ല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പരിപാടികളൊക്കെ അടിപൊളി. ഫൈറ്റ് അടിപൊളി. പെപ്പ അടിപൊളി. കസറി ആക്ച്വലി ആ സാധനം എന്തായാലും ഉണ്ടാവും. സാധനം ഉണ്ടാവില്ല. സ്വന്തം പടമല്ല, ഞാനെന്ത് പറയാനും നല്ലതാണെന്നല്ലേ പറയുന്നുള്ളൂ. എന്താണ് സന്തോഷമുണ്ട്. കുറേ നാളെ എൻ്റെ ഓണത്തിന് റിലീസ് വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്കും അതേപോലെ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. എന്താ പറയാൻ വളരെ സന്തോഷം. എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 68 ദിവസം കടലിലുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണും. എല്ലാവരും കണ്ടല്ലോ സിനിമ? കണ്ടോ? കുറച്ച് ആളുകൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടവരെല്ലാം സൂപ്പറാണ്, വിളിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷം. നിങ്ങൾ സിനിമ കണ്ടില്ല അല്ലേ? കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. തീർച്ചയായിട്ടും അടുത്ത ഷോയ്ക്ക് ഞങ്ങളും കയറി കാണുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനോ? ഒന്നും പറയാല്ലോ ബ്രോ. അമ്മയ്ക്കൂടെ നമ്മുടെ ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നു. അതാണ് എനിക്ക് പറയാം. ഞാനത് തന്നെ പറയാം. നമുക്ക് എന്താ പറയുക, ചെറിയ നമ്മൾ ശരിക്കും മലയാള സിനിമയിലെ പണിയാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പണി ചെയ്യണമെന്നും ചെയ്യാൻ പറ്റുമെന്ന് ക്യാരക്ടേഴ്സ് കിട്ടാത്തതിൻ്റെ ഒരു കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് വെക്കാന്നുള്ളതല്ല, മലമറിക്കാന്നുള്ളതല്ല. ഇതിന് പ്രശ്നമാക്കല്ലേ. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളെ കുറച്ചുകൂടെ ചെയ്യണം. അപ്പോൾ അതിനുള്ള പണിയെടുക്കാനുള്ള സ്പേസ് തന്നെ പണിയെടുക്കുമ്പോൾ എന്നുള്ള വിശ്വാസമുണ്ട്. നല്ലൊരു അതിന് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞത് അങ്ങനോടാണ് നമുക്കോടൊക്കെ പറയുന്നത്. ഇത്രയും വലിയൊരു ക്യാരക്ടർ നമ്മുടെ കയ്യിലേക്ക് എന്ന് പറയുന്നത് അത് അവരെ നമ്മൾ അങ്ങനെ തെളിയിച്ച ഒരാളല്ലല്ലോ. തെളിയിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് തെളിയിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും പറയണം, ശ്രമം മാത്രമാണ് മുന്നോട്ടുണ്ടാകണം. അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിലുണ്ടാകണം. സിനിമ വിജയിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പൊളിയാണ്. ഓണം നമുക്ക് വിളിക്കാം. കസറി, സഭ കസറി, എല്ലാവരും കസറി. അടിപൊളിയാണ്. ഓണം തൂക്കും. നമ്മളിപ്പോൾ OTT-യിലോ അതിലോ കണ്ടു കഴിഞ്ഞാൽ ഒരു വൺ ലൈനിൽ പെട്ടെന്ന് കഥ മനസ്സിലാവുന്ന രീതിയിലാണ്. തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും ആ ഒരു പഞ്ചിലും കാണുമ്പോഴാണ് സിനിമയുടെ മുഴുവൻ എക്സ്പീരിയൻസ് കിട്ടുന്നത്.